മുടി വളർത്താൻ ഭയങ്കര ആഗ്രഹം, വളർന്ന മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പൂച്ചവാല് പോലെ ആയിട്ട് വെട്ടിക്കളയേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എനിക്ക് അങ്ങനെ കേട്ടോ മിക്ക ടൈമും ഉണ്ടാവാറ്. വളർത്തണമെന്ന് തുടങ്ങുമ്പോഴത്തേനും താഴെയുള്ള മുടിയൊക്കെ ചൂല് പോലെ ആകുമ്പോൾ കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പോയി ഷോർട്ടാക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ പല ടൈമിൽ പല ടൈപ്പ് ഓഫ് ഓയിലും കാര്യങ്ങളും റെമഡീസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഓവർ അവർ ഷിഫ്റ്റും ഡ്യൂട്ടിയും കാരണം ഒന്നും അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എളുപ്പ വഴിയായിട്ട് ഒരൊറ്റ കാര്യം കേട്ടോ ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ എന്തായാലും തലയ്ക്കകത്ത് എണ്ണ തേക്കുമല്ലോ, അപ്പോൾ ആ രീതി ഒന്ന് മാറ്റി പിടിച്ചിട്ടോ. എളുപ്പമാണ് ചെയ്യാനായിട്ടും. ആഴ്ചയിൽ 2-3 തവണ എന്തായാലും കുളിക്കുന്നതിന് മുന്നേ ഓയിലിംഗ് ചെയ്തിട്ടാട്ടോ കുളിക്കുന്നത്. ഇതുപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാട്ടോ ഇപ്പം ഹെയർ ഓയിലിംഗ് ചെയ്യാറ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന് മൈൻഡ് മൂഡൊക്കെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഡിഫ്യൂസറും ഇങ്ങനെ ഒന്ന് ക്യാൻഡിലൊക്കെ ഇട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് തലയിൽ ചെറു ചൂടോടെ എണ്ണ തേക്കുമ്പോണ്ടല്ലോ നന്നായിട്ട് സർക്കുലേഷൻ കൂടാനും എയർ ഫോളിക്സ് ഒക്കെ നല്ലതായിട്ട് ഓപ്പൺ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ അത് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഒരു കുഞ്ഞ് പാത്രത്തിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ചൂടായി കിട്ടുമേ. പതാഞ്ജലിയുടെയോ പാരഷൂട്ടിനോ ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ 2 മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 2 ഞാൻ അതിന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതാട്ടോ ഇമ്പോർട്ടൻറ്റ്. ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ട് സംഭവം തീരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സീറം, ഞാൻ യൂസ് ചെയ്യുന്ന സീറം തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോപ്പറൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കോട്ടനും കൈകൊണ്ടൊക്കെ തേക്കുന്നേക്കാളും കൂടുതലും കൂടെ സ്കാൽപ്പിനകത്ത് എണ്ണ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് ഈ ഡ്രോപ്പർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു മെത്തേഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എണ്ണ ഒരേപോലെ എത്തിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ചെറു ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ എണ്ണ വെകുന്ന ഒരു ഫീലിങ്സ് ഭയങ്കര രസമാട്ടോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് 1-2 ഡ്രോപ്പ് മാത്രം ഒന്ന് എൻഡിലും മുടിയുടെ ടിപ്പിലും ഒക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കാം. പിന്നെന്താ, റിലാക്സ് ആയിരുന്നു ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടി എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ ആ ഡിഫ്യൂസറിനകത്ത് നല്ലൊരു ജാസ്മിൻ്റെ ഫ്ലേവറുള്ള ഒരു ആരോമ കേട്ടോ ഞാൻ കത്തിച്ച് വെച്ചതും കൂടെ നല്ല മണം ഉണ്ടായിരുന്നേ. ഭയങ്കരമായിട്ട് മൂഡ് ഫ്രഷ് ആയ പോലെ തോന്നുവേ. ഉറക്കവും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ലേ തലയ്ക്ക് നിറച്ച് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഷാമ്പു ഇട്ടാലേ അത് പോകത്തുള്ളൂ. അങ്ങനല്ല കേട്ടോ. കുറച്ച് ഷാമ്പു അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്തിട്ട് അത് തലയ്ക്ക്, അതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് എണ്ണ ഇട്ടത് തലയോട്ടിയിൽ മാത്രമായിട്ട്, പിന്നെ കുറച്ചല്ലേ നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് മെയിനായിട്ട് സ്കാൽപ്പിനല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഷാമ്പും ഒരു ഇച്ചിരി മതി കേട്ടോ. അപ്പോൾ മുടീനെ അങ്ങനെ ഡാമേജ് ആക്കാതെ നമുക്ക് ഏത് ഷാമ്പു യൂസ് ചെയ്യാം. അപ്പോൾ ഞാനും ഒരുപാട് ഷാമ്പു ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നി അതിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ റൊട്ടീനായിട്ട് നല്ലൊരു കെയർ ഉണ്ടല്ലോ, അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഓക്കെ ആണെന്നുള്ള കാര്യം. കാരണം ഞാൻ എപ്പോഴും എൻ്റെ സ്കാൽപ്പ് ഞാൻ പറഞ്ഞില്ല ഓട്ടോമാറ്റിക്കലി ഓയിലി ആവും. 2 ദിവസം ഞാൻ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ തന്നെത്താനെ എണ്ണിട്ട പോലെയാവും. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ ഇവിടെ. അപ്പോൾ എനിക്ക് എന്തായാലും 2 ഡേയ്സ് കൂടുമ്പോൾ വാഷ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിയിരിക്കും ഒരുമാതിരി. ഇങ്ങനെ എന്തായാലും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ പുട്ടപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി ചപ്പിയ പോലെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ ഇഷ്ടമല്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഷാമ്പു യൂസ് ചെയ്യും. പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എടുത്തു വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയപ്പോൾ ഞാൻ കാണിച്ചിട്ടാന്ന് വിചാരിച്ച് കാണിച്ചിടാം. ഞാൻ ലോറിയലിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ കേട്ടോ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഡിമാർട്ടിലും റിലാക്സിലൊക്കെ പോകുമ്പോൾ ഓഫറിലും 1/get 1 ഫ്രീ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് എടുക്കും. പകുതി തുണി അലക്കാനും യൂസ് ചെയ്യും, പകുതി എപ്പോഴെങ്കിലൊക്കെ തലയിലും പോയി ഉപയോഗിക്കും. അപ്പോൾ ഇതാ കുറച്ച് എമൗണ്ടിൽ ഷാമ്പൂ എടുത്തിട്ട് നന്നായിട്ട് കപ്പിനകത്ത് പകുതിയോളം വെള്ളം ഒഴിച്ചിങ്ങനെ പതപ്പിക്കുക കേട്ടോ. ഇതിനകത്ത് ഇത്രയും വെള്ളം ഇത്രയും പതയാട്ടോ ഇരിക്കുന്നത്. ഇപ്പം കാണിച്ചത് ആ ഷാമ്പൂ മിക്സ് ആയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മുടി നനച്ചതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പതിയെ സ്ലോ തലയ്ക്കകത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പ് മൊത്തം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് പിന്നെ വാഷ് ഔട്ട് ചെയ്ത് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മുടി ഇങ്ങനെ താഴത്തോട്ടിട്ടിട്ട് വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ആ ഷാമ്പു ഇങ്ങനെ ചെന്ന് ഇവിടെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തോളൂ. അല്ലാതെ മുടിക്ക് ഒട്ടും ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.